പുന്നിയൂർക്കുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയായ സ്നേഹഭവനം 2 സമർപ്പണവും താക്കോൽദാനവും സെപ്റ്റംബർ 11 ബുധനാഴ്ച 9 മണിക്ക് ഗുരുവായൂർ ACP TS ഷിനോജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുന്നിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗിയും നിർധന കുടുംബാംഗവുമായ പരൂർ സ്വദേശിക്ക് വേണ്ടിയാണ് സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഭവന നിർമ്മാണം നടത്തിയത്. ഫേസ്ബുക്കിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അറിയിപ്പ് നൽകിയാണ് ഭവന നിർമ്മാണ ഫണ്ട് സമാഹരിക്കുന്നത്. ഇത്തരത്തിൽ സൗജന്യമായി കിട്ടിയ 5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 17.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ബാത്റൂമോടുകൂടി 2 കിടപ്പുമുറികളും വരാന്ത, വിശാലമായ ഹാളും അടുക്കളയും അടക്കം 1000 സ്ക്വയർ ഫീറ്റിലാണ് സ്നേഹഭവൻ നിർമ്മിച്ചിട്ടുള്ളത്. ഭാവിയിൽ മുകളിലേക്കെടുക്കുന്ന തരത്തിൽ സ്റ്റെയർകേസുകൾ വീടിനുള്ളിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാട്ടുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ സലീം കോടത്തൂർ, മകൾ ഹന്ന സലീം, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മഹല്ല് ഖത്തീബ് അഹമ്മദുൽ കബീർ സഖാഫി, വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദ് സൈബർ മീഡിയ, മലേഷ്യൻ മലയാളി കൂട്ടായ്മ അംഗം ഡോക്ടർ നൌഫൽ അലി തുടങ്ങി മഹല്ല് ഭാരവാഹികളും ചാരിറ്റി പ്രവർത്തകരും പൊതുസംഘടനാ പ്രവർത്തകരും പങ്കെടുക്കും. സെവൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഷിബു കെ മുഹമ്മദ്, കൺവീനർ ഷക്കീർ വാക്കത്തി, സെവൻസ് ഗ്രൂപ്പ് മെമ്പർമാരായ ഫൈസൽ വൈലായിൽ, അമീൻ പാവൂരയിൽ, അലി എളയമാറ്റിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സഹോദരി 5 സെന്റ് ഭൂമി അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുകയും നമ്മൾ അത് വെച്ച് ഫെബ്രുവരി 5-ാം തീയതി നമ്മൾ പണി പുറത്ത് നിർക്കുകയുണ്ടായി. അതിനെ നമ്മളൊരു 200 സ്ക്വയർ ഫീറ്റ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കത് കൂടി പൂർത്തിയാക്കുമ്പോഴേക്കും ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ നല്ലൊരു ഭവനം, 5 സെന്റ് വീടും 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഇപ്പോൾ പണി പൂർത്തീകരിച്ച് നാളെ നമ്മളത് കൈമാറുകയാണ്. ഏകദേശം 5 മാസം കൊണ്ട് ഫെബ്രുവരി 5-ാം തീയതി തുടങ്ങി ഇപ്പോൾ നാളെ 10-ാം തീയതി. ഇവർക്ക് പുറമെ ഫൈസൽ എളയമാട്ടിൽ, അൻഫാസ് കെ മുഹമ്മദ് എന്നിവരടക്കം 4 പേർ നാട്ടിലും 3 പേർ വിദേശത്തുമായിട്ടാണ് സെവൻസ് ഗ്രൂപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം.